തന്നെ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ തന്റെ ദാസർക്ക് കാണിച്ചു കൊടുക്കാനായി പ്രവാചകാത്മാക്കളുടെ ദൈവമായ കർത്താവ് തന്റെ ദൂതനെ അയച്ചിരിക്കുന്നു. ഇതാ ഞാൻ വേഗം വരുന്നു. ഈ പുസ്തകത്തിലെ പ്രവചനങ്ങൾ കാക്കുന്നവൻ ഭാഗ്യവാൻ. യോഹന്നാനായ ഞാൻ ഇത് കേൾക്കുകയും കാണുകയും ചെയ്തു. ഇവ കേൾക്കുകയും കാണുകയും ചെയ്തപ്പോൾ ഇവ കാണിച്ചു തന്നതിനെ ആരാധിക്കാൻ ഞാൻ അവന്റെ കാൽക്കൽ വീണു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അരുത്, ഞാൻ നിന്റെയും നിന്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും ഈ ഗ്രന്ഥത്തിലെ പ്രവചനങ്ങൾ കാക്കുന്നവരുടെ സഹദാസൻ ദൈവത്തെ ആരാധിക്കുക. വീണ്ടും അവൻ എന്നോട് പറഞ്ഞു, ഈ ഗ്രന്ഥത്തിലെ പ്രവചനങ്ങൾ നീ മുദ്രിതമായി സൂക്ഷിക്കേണ്ട, എന്തെന്നാൽ സമയം അടുത്തിരിക്കുന്നു. അനീതി ചെയ്തവൻ ഇനിയും അനീതി ചെയ്തു കൊള്ളട്ടെ, പാപക്കറ പുരണ്ടവൻ ഇനിയും അങ്ങനെ തന്നെ കഴിഞ്ഞുകൊള്ളട്ടെ, നീതിമാൻ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ, വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു, എന്റെ സമ്മാനവും ഞാൻ കൊണ്ടുവരുന്നുണ്ട്. ഓരോരുത്തർക്കും സ്വന്തം പ്രവൃത്തിക്കനുസരണം പ്രതിഫലം നൽകാനാണ് ഞാൻ വരുന്നത്. ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ഒന്നാമനും ഒടുവിലത്തവനും, ആദിയും അന്തവും. ജീവന്റെ വൃക്ഷത്തിന്മേൽ അവകാശം ലഭിക്കുവാനും കവാടങ്ങളുടെ നഗരത്തിലേക്ക് പ്രവേശിക്കാനും തങ്ങളുടെ അങ്കികൾ കഴുകി ശുദ്ധിയാക്കുന്നവൻ ഭാഗ്യവാനാണ്. നായ്ക്കളും മന്ത്രവാദികളും വ്യഭിചാരികളും കൊലപാതകികളും വിഗ്രഹാര അസത്യത്തെ സ്നേഹിക്കുന്നവരും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സകലരും പുറത്ത്. യേശുവായ ഞാൻ സഭകളെ കുറിച്ച് നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തുന്നതിന് വേണ്ടി എന്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിന്റെ വേരും സന്തതിയുമാണ്, പ്രഭാപൂർണനായ പ്രഭാത നക്ഷത്രം. ആത്മാവും മണവാട്ടിയും പറയുന്നു, വരിക. കേൾക്കുന്നവൻ പറയട്ടെ, വരിക. ദാഹിക്കുന്നവൻ വരട്ടെ. ആഗ്രഹമുള്ളവൻ ജീവന്റെ ജലം സൗജന്യമായി സ്വീകരിക്കട്ടെ. ഈ പുസ്തകത്തിലെ പ്രവചനങ്ങൾ സേവിക്കുന്ന എല്ലാവരോടും ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ആരെങ്കിലും ഈ വചനങ്ങളോട് എന്തെങ്കിലും കൂട്ടിച്ചേർത്താൽ ഈ പുസ്തകത്തിൽ വിവരിക്കപ്പെട്ടിരിക്കുന്ന മഹാമാരികൾ ദൈവം അവന്റെ മേലയക്കും. ഈ പുസ്തകത്തിലെ പ്രവചനങ്ങളിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും എടുത്തു കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ വിവരിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ നഗരത്തിലും ജീവന്റെ വൃക്ഷത്തിലുള്ള അവന്റെ പക്ക് ദൈവം എടുത്തു കളയും. ഇത് സാക്ഷ്യപ്പെടുത്തുന്നവൻ പറയുന്നു, അതെ, ഞാൻ വേഗം വരുന്നു. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. കർത്താവായ യേശുവിന്റെ കൃപ എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങൾ ക്രൈസ്റ്റ് മിഷൻ എന്നോർത്ത് നന്ദി പറയുന്നു. അതിന് നേതൃത്വം നൽകുന്ന റോസിനെ പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുന്ന റോസിന്റെ ടീം അംഗങ്ങളെല്ലാം നന്ദിയോടെ ഓർക്കുന്നു. കർത്താവെ, ഈ ഒരാഴ്ചക്കാലം വചനം വായിക്കുവാൻ കൃപതന്നെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങൾ വായിച്ച വചനം ഞങ്ങളിൽ മാംസം ധരിക്കാൻ അങ്ങ് ഇടവരുത്തട്ടെ. ഞങ്ങൾ കേട്ട വചനങ്ങൾ, വായിച്ച വചനങ്ങളെല്ലാം പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അഭിഷേകം ഞങ്ങളിലേക്ക് ഒഴുക്കുന്നതുമായിട്ട് മാറട്ടെ. അപ്പോസ്തല പ്രവർത്തനം 10:44 പറയുന്നു, പത്രോസ് അവരോട് വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവരെല്ലാം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരായി. കർത്താവേ, ഞങ്ങൾ വായിച്ച വചനങ്ങൾ ഫലം പുറപ്പെടുവിക്കാൻ അങ്ങ് ഇടയാക്കണമേ. അങ്ങയോട് ചേർന്ന് നിൽക്കുമ്പോഴാണല്ലോ ഞങ്ങൾ ഫലം പുറപ്പെടുവിക്കുന്നവരാകുന്നത്. ഈശോയെ അങ്ങയെ കൂടുതൽ അറിയാൻ, അങ്ങയെ കൂടുതൽ സ്നേഹിക്കാൻ, അങ്ങയോട് ഒന്നായി തേടുവാനുള്ള ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണം. മിസ്റ്റർ ജെറോം പറയുന്നുണ്ട്, ഇഗ്നറൻസ് ഓഫ് സ്ക്രിപ്ചർ ഈസ് ഇഗ്നറൻസ് ഓഫ് ക്രൈസ്റ്റ്. വചനത്തെ കുറിച്ചുള്ള അജ്ഞത ഈശോയെ കുറിച്ചുള്ള അജ്ഞത തന്നെയാണ്. വീണ്ടും വീണ്ടും ആവർത്തിച്ച് വചനം വായിക്കുക, മരണം വരെ വചനത്തോട് ചേർന്ന് നിൽക്കുക. അങ്ങനെ ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയൊരു അഭിഷേകം ഞങ്ങൾ ഉണ്ടാവാൻ കൃപ ചെയ്യുന്നത്. ഈ മിഷനിലൂടെ അനേകർ ഈശോ അറിയുവാൻ അങ്ങ് ഇടവരുത്തണമേ. ഇതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും, അവരുടെ കുടുംബാംഗങ്ങളെയും ജീവിത പങ്കാളിയും മക്കൾ എല്ലാവരെയും സമർപ്പിക്കുന്നവരുടെ നിയമങ്ങളെ സമർപ്പിക്കുന്നു. ഈ കൂട്ടായ്മയിൽ അങ്ങ് ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഈ ഒരാഴ്ചക്കാലം വചന വായനയിലൂടെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അനേക സാക്ഷ്യങ്ങൾ കേൾക്കുന്നുണ്ട്. കർത്താവേ, അതിനൊക്കെ ഓർത്ത് നന്ദി പറയുന്നു. അവർക്കുണ്ടായ ദൈവാനുഭവത്തിൽ മുന്നോട്ട് പോകാൻ കൃപ നൽകി അവരെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധമേ, വിശ്വസിപ്പിതാവേ, സകല വിശുദ്ധരെ ഞങ്ങൾ വേണ്ടി ആശീർവദിക്കുമ്പോൾ ഇവർക്ക് ആവശ്യമായ എല്ലാ കൃപകളും നൽകി കാത്തുകൊള്ളണം. നമ്മുടെ കർത്താവ് വിശ്വസിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധാമ്മയുടെയും സകല വിശുദ്ധ മാധ്യസ്ഥായ നമ്മളവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശ്വസിയായിക്ക്